ആകാശവും മാറും, ഭൂതലവും മാറും. ആദിമുതൽക്കേ മാറാതുള്ളത് യേശുവിൻ്റെ വചനം മാത്രം. ആ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാനായി, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യുവാനായി നമുക്ക് സഞ്ചരിക്കാം. മൂന്ന് പതിറ്റാണ്ടിലേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആരംഭിക്കും മുമ്പ് ആത്മാവിലേക്ക് തുളഞ്ഞു കയറുന്നൊരു സ്വരം നാം കേട്ടിട്ടുണ്ടാവും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് യേശുവിൻ്റെ വചനം മാത്രം. 1999 പുറത്തിറങ്ങിയ ജീസസ് എന്ന ഭക്തിഗാന സമാഹാരത്തിൽ ഈ ആമുഖസ്വരം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ടോണി വട്ടക്കുഴി എന്ന ശബ്ദ കലാകാരനായിരുന്നു അത്. ആയിരക്കണക്കിന് വേദികളിലും മ്യൂസിക് ആൽബങ്ങൾക്കും ശബ്ദം നൽകിയ ഈ കലാകാരൻ ഓർമ്മയായി. മൃതസംസ്കാരം കല്ലൂർ പടിഞ്ഞാറേപ്പള്ളിയിൽ നടത്തി. വിക്കനെന്ന് വിളിച്ച് കൂട്ടുകാർ നാടൊട്ടുക്ക് കളിയാക്കിയിരുന്നൊരു കാലത്തു നിന്നാണ് ആ കുറവിനെ ടോണി സ്ഥിര പരിശ്രമത്തിലൂടെ അതിജീവിച്ചത്. സംസ്കൃതം, അറബിക്, ഒറിയ, സിംഹള, ഹിന്ദി, തമിഴ്, ഗോവൻ, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലെല്ലാം ടോണിയുടെ ശബ്ദം ഉയർന്നിട്ടുണ്ട്. ബാല്യത്തിൽ വിക്കുമൂലം മറ്റുള്ളവരുടെ മുന്നിലേക്ക് ടോണി ഒരിക്കലും വരുമായിരുന്നില്ല. ഇട്ട എന്ന അക്ഷരവും ങ എന്ന അക്ഷരവും അക്കാലത്ത് നാവിൽ പ്രതിഫലിക്കില്ല. നാവ് വഴങ്ങാത്തതിനാൽ തേങ്ങയും മാങ്ങയും വീട്ടുപേരായ വട്ടക്കുഴിയുമൊക്കെ ഭാഷയിൽ നിന്നും ടോണി വിട്ടുകളഞ്ഞു. അത്തരം വാക്കുകൾ എപ്പോഴെങ്കിലും പറയേണ്ടി വരുമ്പോൾ സഹപാഠികൾ ടോണിയെ നോക്കും. അത് കേട്ടിട്ട് വേണം അവർക്ക് പൊട്ടിച്ചിരിക്കാൻ. കുരിയച്ചിറ സെയിന്റ് പോൾസ് UP സ്കൂളിൽ പഠിക്കുമ്പോൾ ടോണിയെ പഠിപ്പിച്ചൊരു കന്യാസ്ത്രീയുണ്ട്, സിസ്റ്റർ ക്ലാരൻസ്. ക്ലാസ്സിൽ കുട്ടികൾ പുറത്തുപോയൊരു മധ്യാഹ്നത്തിൽ ബൈബിൾ എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു, "നീ ഒരു റബ്ബർ തോട്ടത്തിൽ പോയി ഈ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കൂ. തെറ്റിയാലും സാരമില്ല. നല്ല അക്ഷരസ്ഫുടത കിട്ടുന്നതുവരെ വായിക്കുക." റബ്ബർ തോട്ടത്തിൽ പോയി നിന്ന് ബൈബിൾ വായിച്ചു. ചിലരൊക്കെ ചിരിച്ചു, ചിലർ ആത്മാർത്ഥതയോടെ അവനെ നോക്കി. അങ്ങനെ ബൈബിൾ വചനങ്ങൾ ഉരുവിട്ട് ടോണിയുടെ നാവിന്റെ കെട്ടും മാറി തുടങ്ങി. മാസങ്ങൾ കടന്നുപോയപ്പോൾ കഠിനാധ്വാനവും പ്രാർത്ഥനയും മൂലമാകാം സംസാര വൈകല്യം മാഞ്ഞു പോയി. തൃശൂരിലെ പ്രമുഖ സൗണ്ട് എഞ്ചിനീയറായ സന്തോഷ് സിത്താരയാണ് ടോണിക്ക് മുന്നിൽ പുതിയ വഴി തുറന്നത്. കുരിയച്ചിറ ചേതന സ്റ്റുഡിയോയുടെ മുഴുവൻ ജോലികളും വയറിംഗ്, സൗണ്ട് സിസ്റ്റവും എല്ലാം നടത്തിയിരുന്നത് സന്തോഷായിരുന്നു. ഉദ്ഘാടനത്തിന് 4 ദിവസം മുൻപ് സന്തോഷ് ടോണിയെയും കൂട്ടി ചേതനയിലേക്ക് വന്നു. സൗണ്ട് സംവിധാനം പൂർണ്ണമായും ശരിയല്ലേ എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം ടോണിയുടെ വോയിസ് ടെസ്റ്റും നടത്തി. ഒരു പരസ്യവും പറയിച്ചു. എല്ലാം ഓക്കെ ആക്കി പുറത്തു വന്ന് 3-ാം നാൾ ചേതന യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ പ്രോഗ്രാമിന് ശേഷം ടോണിക്ക് ഒരാളുടെ ഫോൺ കോൾ വന്നു. അവരുടെ പരസ്യത്തിന് വേണ്ടി ശബ്ദം നൽകാമോ എന്നായിരുന്നു ചോദ്യം. കാർ വിടാമെന്നും പ്രതിഫലം നൽകാമെന്നുമൊക്കെ പറഞ്ഞപ്പോൾ ടോണി അത്ഭുതപ്പെട്ടു. ശബ്ദത്തിന് ആദ്യ പ്രതിഫലം അന്ന് കിട്ടി. എറണാകുളത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയുടെ വിളി പിന്നാലെ വന്നു. അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്ന ഭക്തിഗാന CD-യിൽ ചിത്രയുടെയും സുജാതയുടെയും പാട്ടുകൾക്കിടയിൽ ശബ്ദം നൽകുന്നതിനായിരുന്നു അത്. ഒരാഴ്ചയാകും മുൻപേ പീറ്റർ ചേരാനെല്ലൂരിന് വേണ്ടി ചെയ്ത ആകാശവും മാറും ഭൂതലവും മാറും എന്ന വാക്കുകൾ മലയാളികൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. തുടർന്ന് 3 പതിറ്റാണ്ടുകാലം ആ ശബ്ദം എല്ലാ ദേശത്തും എത്തിയെന്ന് പറയാം. വിവിധ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ, ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ 100 കണക്കിന് ഡോക്യുമെന്ററികൾ, വിവിധ രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾ തുടങ്ങി എണ്ണമില്ലാത്ത വിധം ആ ശബ്ദം മലയാളിക്ക് മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ബേബി ജോൺ കലയന്താനിയുടെ വാക്കുകൾ: പ്രിയപ്പെട്ട ടോണി ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ്. പ്രിയങ്കരനായ പീറ്റർ ചേരാനല്ലൂരും ഒരുമിച്ച് ഞങ്ങൾ ഗാനമൊക്കെ ആലേഖനം ചെയ്ത് സ്റ്റുഡിയോയിലായിരിക്കുമ്പോൾ അതിൻ്റെ ആമുഖമായി പ്രത്യേകിച്ച് ജീസസ് ക്രൈസ്റ്റ് മാനുവൽ, ദി ലോർഡ്, അതുപോലെ തന്നെ ലോർഡ് ജീസസ്, ബ്ലെസ്സിങ്, ഗോഡ് ബ്ലെസ് യു, ഇങ്ങനെ അനേക ആൽബങ്ങൾക്ക് വേണ്ടി ആമുഖമായി പെയ്തിറങ്ങിയത് ടോണിച്ചേട്ടൻ്റെ ഘനഗംഭീരമായ ശബ്ദമായിരുന്നു. പലപ്പോഴും ഈ വോയിസ് എടുക്കുമ്പോൾ നേരത്തെ തന്നെ ടോണിച്ചേട്ടൻ വരും. പലപ്പോഴും പീറ്റർ ചേരാറിനോടൊപ്പം നമ്മുടെ തൃശ്ശൂർ പോളിച്ചേട്ടനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ 4 പേരും ഒക്കെ ഇങ്ങനെ ഇരുന്ന് അല്പസ്വല്പം നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം ഈ ആമുഖമൊരുക്കുമ്പോൾ എത്രയോ അല്ലെങ്കിൽ സ്ഫുടതയോടെ, വ്യക്തതയോടെ, കൃത്യതയോടെ അദ്ദേഹം അത് പറയുന്നത് കൗതുകത്തോടെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദമുണരുമ്പോൾ ബോക്സിൻ്റെ ഉള്ളറകളൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളും.
സ്റ്റുഡിയോയിലെല്ലാം വലിയൊരു ഘനഗംഭീരമായ മുഴക്കം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് യേശുവിൻ്റെ വചനം മാത്രം. ഇങ്ങനെ അനേക എന്തുമാത്രം വചനങ്ങളാണ് അദ്ദേഹം മൊഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. പ്രിയപ്പെട്ട ടോണിച്ചേട്ട, അങ്ങേക്ക് സ്നേഹാദരങ്ങളോടെ വിട. ഗിഫ്റ്റ് ഓഫ് ജീസസ്. പീറ്റർ ചേരാനല്ലൂർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗിഫ്റ്റ് ഓഫ് ജീസസ്. ആകാശവീഥിയിൽ മാലാഖമാർ അണിചേർന്ന് ഈശോയെ പാടി സ്തുതിക്കുന്ന ഈ നിമിഷം നമുക്കും ഒന്നു ചേർന്ന് ആനന്ദഗീതികൾ ഏറ്റുപാടാം. സ്നേഹനിധിയായ ഉടയവനോട് നമുക്കും ഒന്നായി പ്രാർത്ഥിക്കാം. ടോണി വട്ടക്കുഴിയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കഠിന പരിശ്രമങ്ങളൊന്നും ഒരിക്കലും പാഴാകില്ല എന്നതാണ്. സ്വരത്തിലെ രുചിഭേദം തിരിച്ചറിയുക, സ്ഫുടമായ ഉച്ചാരണ ശുദ്ധി ശീലമാക്കുക, കഠിന പരിശ്രമം നടത്തുക, ആത്മവിശ്വാസം വളർത്തുക. വളർന്നു വരുന്ന തലമുറയോട് ടോണി തന്റെ ജീവിതം വഴി പഠിപ്പിക്കുന്നതും ഇത് തന്നെ. ഈ വഴിത്താരയിൽ ഇടറി വീഴാതെ കാക്കുവാൻ ദൈവമേ, അങ്ങേ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഗാനരചയിതാക്കളായ ബേബി ജോൺ കലയന്താനി, പീറ്റർ കെ ജോസഫ്, സ്മിത കോനൂർ എന്നിവരുടെ വരികൾക്ക് ദൈവം നൽകിയ സംഗീത വരദാനം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച പീറ്റർ ചേരാനല്ലൂർ ഈണം പകർന്ന ഈ സംഗീത സമാഹാരം ദാസ് ക്രിയേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗിഫ്റ്റ് ഓഫ് ജീസസ്.